ഇത് തോളഞ്ഞാലിയാണോ അതോ പൂവമ്പാടനാണോ? രാവിലെ പോകുമ്പോ അറിയാം. അച്ഛൻ ഞങ്ങള് പ്രേമത്തില മോനെ എന്ന് നാട്ടുകാരെ കൊണ്ടുപോകും പറയിക്കില്ല അച്ഛൻ. കൃഷ്ണ അച്ഛൻ അവർക്ക് കൊല്ലത്ത് കുറെ അണ്ടി ഓഫീസ് ഒക്കെ ഉണ്ട്, എന്നെ കൂടി ഇടാന്ന് പറഞ്ഞു. അണ്ടിയുടെ കൂടെ ചാക്കിലായിരിക്കും. അതിലൊരു അണ്ടി ഓഫീസ് എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞു. ഒരു കിലോ അണ്ടിപ്പരിപ്പരാന്നല്ലായിരിക്കും. അച്ഛാ അവർക്ക് മൂന്നാറിൽ കുറെ തേയിലത്തോട്ടോ റിസോർട്ടോ ഒക്കെ ഉണ്ട്. ഉയരം കൂടുന്തോറും വീഴാനുള്ള സാധ്യത കൂടുതൽ. അല്ല, ജീവിതത്തിന്റെ സ്വാദ് കൂടും. ഇതെല്ലാം നിനക്കുള്ള തന്നെ. ഒറ്റ മോളല്ലേ, ഒക്കെ നമുക്ക് തന്നെ. അച്ഛൻ മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഉണ്ടാക്കല്ലേ, എനിക്കിട്ടുണ്ടാക്കല്ലേ. താൻ ഞാനല്ല. ഇത്ര നല്ല ബന്ധം വേറെ എനിക്കുണ്ട് ബന്ധം. എന്തോന്ന് മലബന്ധം? ഒരു കിലോ അണ്ടിപ്പരിപ്പിലും 1 കിലോ തേയിലയിലും താനങ്ങ് വെതപ്പി. തനിക്ക് പിന്നെ എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ എന്തെങ്കിലും ചെയ്യുവോ? ആ ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈ. സപ്ലൈയാ? എന്റെ പൊന്നു സാറേ, ഇവനോട് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാം. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ. കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോക്കണ ചേലല്ലോ. നിങ്ങൾ എന്തൊരു ബഹളാണ് പിള്ളേരെ ഇവിടെ കിടന്ന്? ഫാമിലിയെ കൊള്ളേരി അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നീയാ നമ്മളടുത്ത് വാടക അടയ്ക്കുന്നത്. നമ്മള് പൈസ കൊടുത്തിരിക്കുന്നല്ലേ. എന്നാ നീ അടുക്കള കേൾക്കടാ. ആദ്യം സ്വരാക്ഷരങ്ങൾ എഴുത്. ഇതെന്തരടായത്? ഇംഗ്ലീഷും മലയാള അക്ഷരങ്ങളുടെ മേശപ്പ. ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞു തന്ന? വലിയ എച്ച് എഴുത്. എവിടെ പോണ്? വളരെ തന്നെ കൊണ്ട് എഴുതിപ്പിക്കാൻ പോന്ന്. I3 എത്ര? മൈമൂന 2ാം ക്ലാസ്സിൽ നമ്മളെ സുക്കൂന്റെ വൈനേ. മൈമൂന എത്രാം ക്ലാസ്സിലാണെന്നല്ല ചോദിച്ചത്. 5 ഗുണം 3 എത്ര? ഓ 5 ഗുണം 3 സമം. ബാക്കി മാമൻ പറ, എനിക്കറിഞ്ഞൂതാ. 4 മൃഗങ്ങളുടെ പേരെഴുതിക്കാണ്. ഓ എഴുതി. മഹേഷ്, ജിത്തു, ജലജ, ഓരഘു. അതിൽ ആദ്യത്തെ 2 കാത്തു മൃഗങ്ങളാണ് കേട്ടാ. എന്റെ വീട്ടിൽ പെണ്ണിനാണ് വീട്ടുകാരല്ല. നിന്റെ വീട്ടുകാരെ ഒരു പെങ്കൊച്ചിനെ ഏതാണ് കാക്കിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതില്ലേ? കണ്ട തന്റെ തല്ലിപ്പോ കൊച്ചനെ കണ്ട കൊണ്ടുപോകാം ഹോസ്പിറ്റൽ. അങ്ങനെ ഒരു 10 അടിയും കൂടെ അവള് പെറുവല്ലേ ഇവിടെ. കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോക്കണ ചേലല്ലോ. നിന്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നു? ഇല്ല ഓർക്കട്ടെ. ഇല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ശില്പം പണിയിറക്കും അദ്ദേഹം. നമ്മുടെ തന്തയും പണിയിറക്കി പോയല്ലോ ഒരു ദേഹം. എന്റെ പപ്പ 2 നേരം എനിക്ക് ഫുഡ് തരുന്നുള്ളൂ. ഒരു നേരം വേണേ പണിക്ക് പോവാ. കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ ഒരു BMW ചോദിച്ചു. തെറ്റാണോ അത്? ഇറങ്ങി പോവാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. നിന്റെ പപ്പയുടെ ആസ്പിൾ വെള്ളത്തിലാണ്. സോ വി ഷുഡ് മേക്ക് മാർക്ക്. എടാ, നമ്മൾ എല്ലാ കാര്യം പോസിറ്റീവായിട്ട് എടുക്കണം. നിന്റെ ലൈഫിൽ എന്താ പോസിറ്റീവായിട്ടുള്ളത്? ബ്ലഡ് ഓ പോസിറ്റീവ്. വച്ചിട്ട് പോടാ പട്ടി. ഹലോ, നീയല്ലേടാ ചത്താലും വിളിക്കത്തില്ലെന്ന് പറഞ്ഞ? മോള് വഴക്കുണ്ടാക്കി പോയതിനു ശേഷം അവൾ ഇന്നൊരു വകയല്ല. ഇന്നലെ രാത്രി തൊട്ടിട്ട് മോളെ ഫോട്ടോ നോക്കി ഒരു ഒറ്റ ഇരിപ്പാണ്. കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ വയമ്പ്. എടാ എന്താ ഇത്? കണ്ണിലെന്താ പഴക്കുണ്ടാവും? 20 രൂപയല്ലേ ഇത്?
കള്ളുകൂടി ഒഴിവാക്കണം. അല്ല. വാഹനങ്ങൾ പയ്യ ഓടിക്കണം. അല്ല. പിന്നെന്തായാലും രാജുവിനെ പ്രകോപിപ്പിക്കാതിരിക്കൽ. നിന്റെ വയറുവേദന കുറയാതെ ഞാൻ കഴിക്കില്ല. ദൈവങ്ങളെ, നമ്മളെ പകുതി വയറുവേദന എനിക്ക് തരണം. ഇതിനെ തലടിച്ച് ചെതറി ഞാൻ മരിക്കും. 22 വയസ്സുള്ള യുവാവ് ചെതറി മരിച്ചു. എന്തായാലും കാര്യം എന്നാണ് വന്നതാ. ചെറുക്കൻ എന്താ പണി? സ്റ്റോൺ കട്ടിങ്. ചക്കരത്തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോൽക്കണ ചേലല്ലോ. വർക്കിന് കയറിയിട്ട് ആദ്യത്തെ വീടാ. കാത്തോളനെ. ആ പറയൂ, എന്താ ചേട്ടാ? ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ പേര് മണി. ഞാൻ ചുക്കും ഇഞ്ചിയും ചേർത്തുണ്ടാക്കി ചായപ്പൊടി കാണിച്ചു തരാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. പറയൂ, എന്തിനാ വന്നത്? ഞാൻ എന്റെ ചുക്കാമണി കാണിച്ചു തരാം. വേണ്ട, അധികാരം വേണ്ട. നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ ഈ റീയൂണിയൻ തന്നെ സെറ്റ് ചെയ്തത്. ഫ്ലൈറ്റ് ചാർജ് ചെയ്താ വിനായക ഇവിടെ എത്തിയത്. എനിക്ക് ഫ്ലൈറ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. സ്വന്തമായി ജെറ്റ് ഉണ്ടല്ലോ. പേരെന്താ? പ്രൈവറ്റ് ജെറ്റ്. വണ്ടി ചോദിച്ചപ്പോഴേ സർവീസ് ചെയ്ത് വെച്ചേക്കാണ് ഒരാഴ്ച കഴിയട്ടെന്ന്. ആര് പറഞ്ഞു? അല്ലെ അർഹിക്കപ്പെടാത്തത് ആഗ്രഹിക്കരുത് എന്നാ നിന്റെ വണ്ടിതാ. അതാണ് പറഞ്ഞത്, അർഹിക്കപ്പെടാത്തത് ആഗ്രഹിക്കില്ല. 1 ലക്ഷത്തിന്റെ കെട്ടിനോട്ട് നീ കണ്ടുണ്ടോ ജീവിതത്തിൽ? കണ്ടാ? അത് ഞാൻ ചുമ്മാ പറഞ്ഞ. ഞാനും കണ്ടിട്ടുണ്ട്. 10 ലക്ഷത്തിന്റെ നോട്ടുകൾ ഉണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? 1 കോടിയുടെ കോയിൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അത് തന്നെ ഓരോരുത്തരെ ഇഷ്ടം പോലെ നടക്കട്ടെ. നമ്മളെ ഒരുമിച്ച് എവിടെ പോയാലും അത് കളിയും ചിരിയായിട്ട് നമ്മളെ നശിപ്പിക്കും. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ വാശിയും വീറുമായിട്ട് നിൽക്കും. വാശിയും വീറുവോ? എനിക്കൊരു വണ്ടിയുണ്ട്. അതിൽ നിങ്ങൾ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ 3 പിന്നെ ഒരാളും വേണേ പിന്നൊരാളും കൂടെ വെച്ചോ. ബിരിയാണി ചെമ്പൊക്കെടാ കൊണ്ടുപോകുന്നത്. നീ കഴിഞ്ഞ ചന്ദ്രൻ കൊണ്ടുപോയത് കട്ടില് പിക്കപ്പ് വിളിച്ചുകൂടാ. പോണ്ടേ, നമ്മളിങ്ങനെ ഇരിക്കത്തുള്ളൂ. അവിടെ ആഷിക്ക് നമ്മളെ പറ്റിച്ച് മാല ഇട്ട് പോടാ. നിങ്ങൾ മലക്കൊന്നും പോകുന്നില്ല? മലയ്ക്ക് പോണില്ല, അല്ല വിശപ്പ്. അതൊന്ന് മന്തി ഇരിക്കാൻ പറഞ്ഞതാ. നീ വരുന്നാ? ഓ സ്വാമി ശരണം, വെജിറ്റബിൾ മന്തിയാണ്. പോയി പാല് മേടിച്ചോണ്ടോ? അവള് പ്രായമായില്ലേ, അതുകൊണ്ടല്ലേ മോനെ കേൾക്കുന്ന മക്കൾ പോയി പാല് മേടിച്ചോണ്ടോ. പ്രായമായ ഇതിനൊന്നും പോണ്ടല്ലേ അമ്മ. ഒച്ചോ ഇന്നലെ രാത്രി ഞാൻ വൈകിയെങ്കിലും സത്യം മനസ്സിലാക്കി. ഞാനും പ്രായവൃത്തിയായി. അവൻ കൂട്ടാനെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കട്ടാ? ചോദില്ല. അതെ, പോയാലോ? നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. പയ്യ വന്നാൽ ആണുങ്ങളെക്കാൾ എപ്പോഴും ഒരുപടി മുകളിൽ വേണം പെണ്ണുങ്ങൾ എടുക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആണുങ്ങളുടെ സഹായമൊന്നും വേണം. അതെ, ഈ ഒരുപടി മുകളിലുള്ള പെണ്ണുങ്ങൾ അവൻ തോണ്ടിക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.